ദൈവശക്തിയുടെ ഒരു വ്യാപാരം എല്ലാവരും ഒരുപോലെ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഒരു വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ച നമ്മുടെ ദൈവം, ഒരു വാക്ക് മതി നമ്മുടെ ജീവിതം മാറുവാൻ. Just a word is enough to transform our life. Hallelujah. ഒരു വാക്കിനാൽ കാറ്റിനെ ശാസിച്ച യേശു, ഒരു വാക്കിനാൽ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച എന്റെ യേശു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരണത്തിന് അവന്റെ മേൽ അധികാരമില്ലായിരുന്നു. കടലേ ശാന്തമാക എന്ന് പറഞ്ഞപ്പോൾ കൊടുങ്കാറ്റും കടലും അവന്റെ ശബ്ദത്തെ കേട്ടു. ഇന്ന് രാത്രിയും ആ ശബ്ദം ഇവിടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ ശബ്ദത്തിന്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം നല്ല ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. അവൻ സകലത്തെയും ഒരു വാക്കിനാൽ സൃഷ്ടിച്ച ദൈവമാണ്. ഇന്ന് രാത്രി ദൈവത്തിന് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്. അവന്റെ ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി എന്നെയും നിങ്ങളെയും ഒരുപോലെ രൂപാന്തരപ്പെടുത്തുവാൻ. Just a word, just a word of Jesus is sufficient to transform you, to change you, to give you life. ജീവൻ പകരുവാൻ, ശക്തി തരുവാൻ അവന്റെ ഒരു വാക്ക് മതി. Hallelujah. Are you ready for a power in our life? Change in our life? Let's go to today's word. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. Romans chapter 13 verse 1. Romans chapter 13. There is no authority other than with God. ഞാൻ ആദ്യമേ പറയട്ടെ, ഇന്ന് ലോകത്തിലുള്ള ഏത് അധികാരത്തെക്കാട്ടിലും വലിയ അധികാരം എന്റെ ദൈവത്തിന്റെ അധികാരമാണ്. Some of you believe that teachers are powerful. കൊച്ചു കുഞ്ഞുങ്ങളുടെ വിചാരം അവരുടെ ഏറ്റവും പേടിയുള്ള ആരാ? സംഭവം ആരാ? ക്ലാസ് ടീച്ചറാണ്. ക്ലാസ് ടീച്ചറെ ഭയങ്കര പേടിയാണ്. അവർ വീട്ടിൽ വന്ന് അപ്പച്ചനോടും അമ്മച്ചിയോടും പറയുമ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും ക്ലാസ് ടീച്ചറിന്റെ പേടിയുണ്ടോ? ഇല്ല. ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഹോംവർക്ക് പേടിയാണ്, പരീക്ഷ പേടിയാണ്, ക്ലാസ് ടീച്ചറെ പേടിയാണ്. അവരുടെ വിചാരം ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ളത് ആരാണ്? ഈ ക്ലാസ് ടീച്ചറാണ്. പക്ഷേ ലോകത്തിൽ അധികാരവും ശക്തിയുമുള്ള ഒറ്റ വ്യക്തി ആരാണ്? ദൈവമാണ്. സർവശക്തനാണ്. ലോകത്തിലെ സകല അധികാരങ്ങളും ദൈവമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നെബൂഖദ്നേസറിനെ രാജാവാക്കിയത് ആരാണ്? ദൈവമാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ രാജാക്കന്മാരെയും, എല്ലാ പ്രമാണികളെയും, എല്ലാ നിയമങ്ങളെയും, എല്ലാ അധികാരത്തെയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും വായിക്കാം. വായിച്ചോളൂ. അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു. If you are rebelling against the authority that God has placed over you, you are actually rebelling against God. Hallelujah. വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം പഠിക്കേണ്ടതിന് ആ വാക്യം ഒന്നോട്ടൊന്ന് വായിച്ചോ. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ. റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു പോലീസ് ഓഫീസർ കൈ കാണിച്ചാൽ വണ്ടി നിർത്തണം. ഞാൻ ദൈവമായതിൽ നിർത്തില്ല എന്ന് പറയില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ അധികാരികൾക്കും ദൈവം വെച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങൾക്കും കീഴടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ. അടുത്ത വാക്യം. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമപ്പെട്ടിരിക്കുന്നു. All worldly authorities are ordained by God. Your parents are ordained by God. Your pastor is ordained by God. Hallelujah. Your teacher is ordained by God. Your boss is ordained by God. Husband and wife relationship ordained by God. ദൈവത്താലാണ് ഓരോ അധികാരങ്ങളും നടക്കുന്നത്. അടുത്ത വാക്യം. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ, it is rebellion which is caused by the devil to fight against the God ordained authority in your life. ദൈവം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ദൈവികമായ അധികാരങ്ങളെ എതിർക്കാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല, പിശാചിങ്കിൽ നിന്നാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആബ്നർ ലെയ്ഡ്രോ മെമ്മോറിയൽ സ്കൂളിൽ പോയി. അന്ന് അവനോട് ഇരിപ്പുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നു.
അന്ന് അവനൊരു വാർഡൻ ഉണ്ടായിരുന്നു, ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയാണ്, ഞാൻ പേര് പറയുന്നില്ല. ഭയങ്കര ദേഷ്യമുള്ള ഒരു സ്ത്രീയാണ്. അടിക്കും, പിള്ളേരെ ഉപദ്രവിക്കും, തെറി പറയും, ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം വലിയ ആഗ്രഹത്തോടെ കൊതിയോടെ ഹോസ്റ്റൽ നല്ലതാണെന്ന് വിചാരിച്ച് പെട്ടിയും കെട്ടിപ്പോയ ഇവൻ കരച്ചിലോടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നു, കണ്ടു, തിരിച്ചു വരണം എന്നുള്ളൊരു കണ്ടീഷനിൽ അവൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് ഞാൻ തിരിച്ചു വന്നേച്ച് അവധിക്ക് ഇവനെ കൊണ്ടുവരികയാണ് ഫസ്റ്റ് ടൈം വീട്ടിലോട്ട്. വരുന്ന വഴിക്ക് വെച്ച് അവൻ എന്നോട് ചോദിച്ചു, പപ്പായ്ക്ക് ആ വാർഡിനെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. അവൻ ഒരു ഇഷ്ടമല്ല, because I know that she is a terrible woman. അങ്ങനെ ഒരു സ്ത്രീ പിള്ളേരുടെ വാർഡനായിട്ട് ഇരിക്കരുതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അങ്ങനെ അല്ല പിള്ളേരെ നോക്കേണ്ടത്. അവൻ വല്ല ഫീലിംഗിലാണ് എന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ വണ്ടിയിൽ. അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവന്റെ മനസ്സ് വളരെ വിഷമിച്ചിരിക്കുകയാണ്. അവസാനം തമിഴ്നാട് വിട്ട് കേരളത്തിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ അവനോട് പറയുക, I remember the climb down. I said, son, every authority is kept by God. ആ വാർഡനെ നിനക്ക് ഈ വർഷം നിന്റെ മേലെ വാർഡനാക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. Surrender your life and remain under her because God has a plan in that. ദൈവം ശദ്രക് മേശക് അബേദ്നെഗോവിനെ ബാബിലോണിൽ കൊണ്ടുപോയി രാജാവിന്റെ അധികാരത്തിന്റെ കീഴിൽ നിർത്തി. പക്ഷെ ദൈവത്തിന് അവിടെയും പദ്ധതി ഉണ്ടായിരുന്നു. രാജാവിന് യഥാർത്ഥത്തിൽ അവന്റെ മേൽ അധികാരമില്ല, തീക്ക് യഥാർത്ഥത്തിൽ അവന്റെ മേൽ അധികാരമില്ല, അവർക്ക് അവനെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ അധികാരം ദൈവത്തിനാണ്. പക്ഷെ എങ്കിലും രാജാവിന്റെ കീഴിൽ അവർക്ക് നിൽക്കേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യത്തിൽ അവർ രാജാവിനെ അനുസരിച്ചില്ല. എന്താണ്? ദൈവ കൽപ്പനക്കെതിരായിട്ട് രാജാവ് കൽപ്പിച്ചാൽ രാജാവിനെ അനുസരിക്കരുത്. ഭർത്താവോ ഭാര്യയോ അപ്പനോ അമ്മയോ ദൈവവചനത്തിന്റെ കൽപ്പനക്കെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ അതോറിറ്റി ഈസ് യൂസ്ലെസ്. അതൊരിക്കലും നീ കേൾക്കരുത്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്ന വിഷയം, all authorities in the world are kept by God. ഇന്ന് ലോകത്തിൽ അതിനെതിരായിട്ടാണ് പിശാച് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലൊക്കെ ഇപ്പൊ സാറന്മാരെ സാറേന്ന് വിളിക്കില്ല, ഇവിടൊക്കെ നമ്മൾ സാറേന്ന് വിളിക്കും അല്ലേ, അവിടെ പേരെ വിളിക്കുള്ളൂ. അഥവാ ഒരു മലയാളി ഇവിടുന്ന് അവിടെ നിന്ന് ലാൻഡ് ചെയ്തേച്ച് സ്കൂളിൽ കയറി വെച്ച് സാറേന്ന് വിളിച്ചു കഴിഞ്ഞാൽ സാർ ഇങ്ങോട്ട് പറയാം എന്റെ പേര് വിളിച്ചാൽ മതി. അങ്ങനെ അധികാരത്തെ അവർ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, കുട്ടിയും സാറും തമ്മിലുള്ള ബന്ധം പോക്കാണ്. MCH കഴിഞ്ഞേച്ച് എന്റെ കഴിഞ്ഞ ബാച്ചിലുള്ള ഒരു പയ്യൻ, അവൻ ജയിച്ചു കഴിഞ്ഞ് ചെന്നപ്പോൾ അവൻ ഒരു ആന്ധ്രാക്കാരനാണ്, മലയാളികൾ ചെയ്യില്ല. അവൻ ഓടി വന്നേച്ച് എന്റെ കാലെ പിടിക്കാൻ തുടങ്ങി. അവനാ പഠിച്ചത്, അവനാ പരീക്ഷ എഴുതിയത്, അവനാ നല്ല മാർക്കോടെ പാസ്സായത്. ഞാൻ അവന്റെ ടീച്ചറായിട്ട് ഇൻഡോ അമേരിക്കനിൽ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്റെ കൂടെ അവൻ പഠിച്ചില്ലേ, അവൻ പാസ്സാകുമോ? പക്ഷെ എന്നാൽ അവൻ വന്നിങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന എല്ലാ അധികാരങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒന്ന് നന്ദി പറയാൻ പറ്റുമോ? Can you thank God for all authority that God has placed? The mayor of the town is placed by God. The police officials placed by God. All rulers are placed by God. Parental authority is placed by God. Hallelujah. അതിന്റെ മൂന്നാം വാക്യം വായിച്ചു. വാഴുന്നവർ, ശ്രദ്ധിച്ചു കേൾക്കണേ, വാഴുന്നവർ അല്ല വാഴുന്നത്. അടുത്ത വാക്യം. Okay. There is no authority other than from God. All authorities in the world exist by God. എന്ന് പറഞ്ഞാൽ ബറാക് ഒബാമ 6 വർഷം അമേരിക്ക ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുവാദത്തോടാണ്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. അടുത്ത ഇലക്ഷന് നിൽക്കുന്നത് ഹില്ലറി ക്ലിന്റനും മറ്റെന്താണ് പേര്, ട്രംപും ആണെന്ന് ദൈവത്തിനറിയാം. നമ്മളൊക്കെ പേടിച്ചിരിക്കുക, ഇവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. ദൈവം അറിയാത്ത ഒരു പരിപാടി അവിടെ നടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ ഭരിക്കുന്നത് ആരുടെ അനുവാദത്തോടാണ്? ദൈവത്തിന്റെ അനുവാദത്തോടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അധികാരത്തിനൊക്കെ വണങ്ങി നിൽക്കുന്നത്. അടുത്ത വാക്യം. They resist against God. അടുത്ത വാക്യം. Those who resist will bring judgment on themselves. Praise the Lord. ഒരു കാരണവശാലും നമ്മളെ പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്ന സാറിന്റെ പുറത്ത് കയറരുത്. എന്നെ 1ാം ക്ലാസ് തൊട്ട് ഇന്ന് വരെ പഠിപ്പിച്ച എല്ലാ സാറന്മാരും എന്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ ഇന്നും കാണുന്നു. എന്റെ ഡ്രോയിങ് മാസ്റ്റർ ആണെങ്കിലും, PT മാസ്റ്റർ ആണെങ്കിലും, സയൻസ് മാസ്റ്റർ ആണെങ്കിലും, MS പഠിപ്പിച്ചാണെങ്കിലും, MCH പഠിപ്പിച്ചാണെങ്കിലും,
ഈ സാറുമാരെ ഒക്കെ ഞാൻ ഇന്നും ആദരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് അവരെ എനിക്ക് തന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാറുമാർക്കായി, ദൈവം തന്നിരിക്കുന്ന അപ്പനമ്മമാർക്കായി, ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്കായി വീണ്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അധികാരത്തോട് എതിർക്കുവാൻ ശത്രു പഠിപ്പിക്കുമ്പോൾ അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്ന ദൈവകൽപ്പന അനുസരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വിഷയം നമുക്ക് മുമ്പോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. ഞാൻ ഇൻട്രഡക്ഷനായിട്ട് ഇത് പറഞ്ഞ് പേടിച്ചു പോകണ്ട, ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 29. യേശു ഉപദേശിച്ചതും ശാസ്ത്രിമാർ ഉപദേശിച്ചതും തമ്മിലുള്ള വ്യത്യാസമാണ്. ശാസ്ത്രിമാർ ഉപദേശിച്ചുകൊണ്ടിരുന്നു, ഉപദേശത്തിന് ഒരു കുറവില്ലായിരുന്നു. പക്ഷെ ശാസ്ത്രിമാരുടെ ഉപദേശവും യേശുവിന്റെ ഉപദേശവും തമ്മിൽ ഇമ്മീഡിയറ്റ് ഡിഫറൻസ്. വാട്ട് വാസ് ദ ഡിഫറൻസ്? ദാറ്റ് ഹി ടോട്ട് വിത്ത് അതോറിറ്റി. അധികാരത്തോടെയാണ് യേശു ഉപദേശിച്ചത്. പ്രൈസ് ദി ലോർഡ്. യേശു ഉപദേശിച്ചപ്പോൾ യേശുവിന്റെ പുറത്തുണ്ടായിരുന്ന അധികാരം എന്തായിരുന്നു? ഹീബ്രു യൂണിവേഴ്സിറ്റി കൊടുത്ത അധികാരമാണോ? അല്ല. അവിടെ ഇരുന്നവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് തലയെ വെച്ച കൈവച്ചതാണോ? അല്ല. എന്താണ്? പിതാവിന്റെ കയ്യിൽ നിന്ന് പ്രാപിച്ചു വന്ന, ഞാൻ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണെന്നും എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പറയണമെന്നും ചിന്തിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. I know my life is from God. How many of you know that your life is from God? And how many of you believe that God has given you certain authorities? ദൈവം നിങ്ങൾക്ക് ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളുടെ അധികാരത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ പഠിപ്പിച്ചാലും പാട്ടുപാടിയാലും എല്ലാം ശുശ്രൂഷയിലും ആ അധികാരത്തോടെ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയുടെ വ്യത്യാസം എന്തായിരുന്നു? അവൻ അധികാരത്തോടെ ശുശ്രൂഷിച്ചു. മത്തായി 9-6-8 വാക്യം. മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 6 and 8. മാത്യു 9, 6 and 8. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് യേശു പാപം മോചിച്ചു തന്നിരിക്കുന്നു, കിടക്ക എടുത്ത് പോക എന്ന് പറഞ്ഞത്? പാപം മോചിക്കാൻ ആർക്ക് അധികാരമുണ്ട്? യേശുവിന് മാത്രം. മനുഷ്യപുത്രനായ യേശുവിന് മാത്രം ലോകത്തിൽ പാപത്തെ മോചിക്കുവാൻ അധികാരമുണ്ട്. വേറെ ഒരു വ്യക്തിക്കോ ഒരു ഓർഗനൈസേഷനോ ഒരു ശക്തിക്കോ പാപത്തെ മോചിക്കാൻ പറ്റുകയില്ല. ഇന്ന് ലോകത്തിലുള്ള ഒരു മതങ്ങളിലും പാപം എങ്ങനെ മോചിക്കപ്പെടുന്നതെന്ന് അവർക്കറിയില്ല. പലരും പാപിയായിട്ടാണ് നേതാക്കന്മാർ പോലും മരിക്കുന്നത്. പാപിയായിട്ട് മരിക്കാൻ ഇന്ന് രാത്രി ദൈവം ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. പാപം മോചിക്കാൻ ആരുടെ കയ്യിൽ അധികാരം ഇരിക്കുന്നത്? യേശുവിന്റെ കയ്യിലാണ്. Jesus only had the authority to forgive sin. Hallelujah. യേശുവിന്റെ കയ്യിലാണ് പാപം മോചിക്കാൻ അധികാരമെങ്കിൽ നമ്മൾ പോയി വേറെ ആരെങ്കിലും കുമ്പസാരിക്കണോ? ഹലോ. നമ്മളെ പോലെ പാപം ചെയ്ത് നമ്മളെ പോലെ തന്നെ തിന്മയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇടയ്ക്ക് ചെന്നേച്ച് നമ്മുടെ പാപങ്ങൾ കുമ്പസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? 10 പൈസയുടെ ഗുണമില്ല. ഇനി അഥവാ നീ അറിയാതെ പോയി കുമ്പസാരിച്ചാൽ അദ്ദേഹം പറയുന്ന അല്ലെ ആ വ്യക്തി നിനക്ക് പറഞ്ഞു തരുന്ന പോം വഴി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, യാതൊരു ഗുണവുമില്ല. പാപക്ഷമ മല കയറിയത് കൊണ്ടോ മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ കോഴിക്കുഞ്ഞിനെ കൊടുത്തത് കൊണ്ടോ സ്വർണം നൽകിയത് കൊണ്ടോ ഒന്നും നടക്കുകയില്ല. പാപം ക്ഷമിക്കപ്പെടുന്നത് യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. യേശു നിനക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ നിന്റെ പാപം ക്ഷമിക്കപ്പെടുകയാണ്. Only Jesus can ever forgive your sin. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യൂട്യൂബിലൂടെ, ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ പല ഭാഗങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ, നീ ഇന്ന് രാത്രി പാപിയാണെങ്കിൽ രക്താംബരം പോലെ കടം ചുമപ്പായ പാപം നിന്റെ ഹൃദയത്തെ ചോദ്യം ചെയ്ത് കുത്തുന്നുണ്ടെങ്കിൽ യേശു ഇന്ന് രാത്രി അത് ഹിമം പോലെ വെളുപ്പിക്കാൻ പോവുകയാണ്. നീ ക്രിസ്തുവിനോട് ഏറ്റുപറയുമ്പോൾ നീ ഇനിയും പാപിയായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇനി ആ നാളെ പ്രാർത്ഥിക്കുമ്പോ പാപിയായി എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട. നീ ദൈവത്തിന്റെ പൈതലായി മാറുവാൻ പോകുകയാണ്. ദൈവം നിന്റെ പാപത്തിന് ക്ഷമ തരാൻ പോകുകയാണ്. അപ്പൊ പാപം മോചിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? യേശുവിനാണ്. അതിന്റെ 8-ാം വാക്യം വായിച്ചോളൂ. 6ഉം 8ഉം. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട്. അതെന്തധികാരമാ? പാപം മോചിക്കാനുള്ള അധികാരം മനുഷ്യപുത്രനായ ക്രിസ്തുവിന്റെ കയ്യിൽ ഉണ്ട് എന്നറിഞ്ഞ്
അന്നുണ്ടായിരുന്ന ശാസ്ത്രിമാരും പുരുഷാരവും ഭയപ്പെട്ടു. മത്തായി 10:1. മാത്യു ചാപ്റ്റർ 10:1. യേശു തന്റെ 12 ശിഷ്യന്മാരെയും വിളിച്ചു, അടുക്ക വിളിച്ചു. അശുദ്ധാത്മാ, ഇന്ന് നമ്മൾ കേട്ടതാണ്. ഞാൻ റോയ് വരുന്നുണ്ടെന്ന് അറിഞ്ഞോണ്ടോ അല്ലെ ഒറീസയിലേക്ക് പോകുന്നുണ്ടെന്ന് വിചാരിച്ചോണ്ടല്ല ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത്. പക്ഷെ പുള്ളി അവിടെ ചെന്ന് ലാസർമാരെ ഉയർപ്പിക്കാൻ പോവാണ് അല്ലെ, അശുദ്ധാത്മാക്കളെ പുറക്കാക്കാൻ പോവുകയാണ്. അതിന് പ്രത്യേകിച്ച് വേറെ സംഭവം ഒന്നും വേണോ? ഇല്ല. ശിഷ്യനായി കഴിഞ്ഞാൽ ശിഷ്യനെ വിളിച്ചേച്ച് മത്തായി 10:1 നമ്മൾ വായിക്കുന്നത്. മാത്യു ചാപ്റ്റർ 10:1 വിളിച്ചേച്ച് എന്ത് പറഞ്ഞു? ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ? അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കാനും യേശു ആർക്ക് അധികാരം കൊടുത്തു? അന്നുണ്ടായിരുന്ന 12 ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു. അങ്ങനെയാണ് ഇന്നുള്ള ശിഷ്യന് അതേ അധികാരമുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന്റെ പുറകെ നടക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ആരും ഡൂക്കിലികളല്ല, തൊഴിലില്ലാത്തോണ്ട് ഇറങ്ങിയവരല്ല. നിങ്ങൾ ദൈവത്താൽ അധികാരം പ്രാപിച്ച ദൈവജനമാണ്, ശുശ്രൂഷകന്മാരാണ്, രാജകീയ പുരോഹിത വർഗമാണ്. അന്ത്യകാലത്തെ തീയുടെ ശുശ്രൂഷ, ദൈവശക്തിയുടെ ശുശ്രൂഷ, അടയാളങ്ങളുടെ ശുശ്രൂഷ, അത്ഭുതങ്ങളുടെ ശുശ്രൂഷ വെളിപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. എത്ര പേര് ഇന്ന് രാത്രി റെഡിയാണ് ആ അധികാരം ഏറ്റെടുക്കാൻ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഭൂതമുള്ളവരുടെ തലേ കൈവച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. യേശുവിന്റെ നാമത്തിലാണ് ശക്തി ഇരിക്കുന്നത്. അടുത്ത ആഴ്ച ഒരു 10 രോഗിയെ കണ്ടിച്ച് തല കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. നീ കൈവച്ച് കഴിയുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന കാണാൻ പോവുകയാണ്. Hallelujah. Be ready to receive the impartation. Be ready to receive the authority. Be ready to be charged by the power of the Holy Spirit. ദൈവ ശക്തിയുടെ വ്യാപാരം ഇന്ന് എല്ലാ ദൈവജനത്തിന്റെ മേലും ദൈവം ഐക്യമാറാകട്ടെ. ഇത് അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. വേറൊരാള് ചെയ്യുന്ന കണ്ടോണ്ട് നിൽക്കാൻ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. കൂട്ടുവിശ്വാസികളായിട്ടല്ല, ശുശ്രൂഷകന്മാരായി, അധികാരമുള്ളവരായി, പ്രാർത്ഥിക്കുന്നവരായി ദൈവം നിങ്ങളെ തീർക്കുമാറാകട്ടെ. 12 ശിഷ്യന്മാരിൽ 5 പേർക്കാണ് ഈ കഴിവ് കൊടുത്തത്? അല്ല, വിളിച്ച 12 പേർക്കും ദൈവം കഴിവ് കൊടുത്തു. ഇന്ന് രാത്രി റെഡിയാകുന്നവർക്കൊക്കെ കഴിവ് ദൈവം കൊടുക്കാൻ പോവുകയാണ്. ട്രൈ ചെയ്യാത്തോണ്ട് മാത്രമാണ് നേരെയാകാത്തത്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും ഒരു രോഗിയുടെ പുറത്ത് കൈവെക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർ നിങ്ങളെ വിളിക്കാൻ തുടങ്ങും ഡെയിലി വന്ന് പ്രാർത്ഥിക്കാൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം അത് ദേശത്തും കുടുംബത്തും ശ്രുതിയായി മാറുവാൻ, ദൈവ അനുഗ്രഹമായി മാറുവാൻ, വിടുതലായി മാറുവാൻ, ദൈവശക്തിയായി മാറുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം അഭിഷേകം ചെയ്ത് ഉപയോഗിക്കുമാറാകട്ടെ. ബി റെഡി. അതിനുവേണ്ടി ഒരുങ്ങിക്കോ. ഇത് അന്ത്യകാലമാണ്. ദൈവ ശുശ്രൂഷയിലേക്ക് വേർതിരിക്കാൻ പോവുകയാണ്. നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 22-ഉം 27-ഉം വാക്യം വായിക്കാം. യേശു അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചപ്പോൾ എല്ലാ അശുദ്ധാത്മാവും വിട്ടേച്ചു പോയില്ലേ? ശിഷ്യന്മാരൊരിക്കൽ ഫുൾ ഡേ ട്രൈ ചെയ്തിട്ട് വിട്ടേച്ച് പോകാത്തൊരെണ്ണം വന്നു. യേശുവിന്റെ അടുക്ക വന്നു കേസ് റഫർ ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് ചീഫിന്റെ അടുക്ക വന്നു. കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻസ് ട്രൈ ചെയ്തിട്ട് ഇത് പറ്റിയില്ല. യേശു പറഞ്ഞു, അയ്യോ അതിനിപ്പം അവർ ട്രൈ ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ എനിക്കും പറ്റില്ലെന്നാണ് പറഞ്ഞത്. അല്ല, ആദ്യമേ ആ ആത്മാവിനെ ശാസിച്ചിറക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അപ്പൊ ശിഷ്യന്മാർക്ക് ചോദിക്കാം ഒരു ചോദ്യം, ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്താ പോകാഞ്ഞത്? അപ്പൊ കർത്താവ് എന്താ ഉത്തരം പറഞ്ഞേ? വിശ്വാസം ഉണ്ടെങ്കിൽ സംഭവിക്കും. അപ്പൊ അവിശ്വാസത്തോടെ കൈവച്ചാൽ നടക്കുമോ? ഇല്ല. പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന വിശ്വാസത്തോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കാൻ പോവുകയാണ്. അവിശ്വാസത്തോടെ അല്ല, വിശ്വാസത്തോടെ. വിശ്വാസത്തിന്റെ ഒരു ചുവട്ടടിയാണ് ദൈവം നോക്കുന്നത്. വിശ്വാസത്തിന്റെ ഒരു ആക്ഷൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് കട്ടിലേ കിടന്ന സൗഖ്യം കിട്ടുമോ? പലർക്കും വിശ്വാസമുണ്ട്. കർത്താവ് വന്ന് എന്നോട് ഇങ്ങോട്ട് സംസാരിക്കട്ടെ, എന്നെ ഒന്ന് കട്ടിലേന്ന് പൊക്കട്ടെ, സൗഖ്യം കിട്ടുമോ? ഇല്ല. ഒരു സഹോദരി 30 എത്ര വർഷമായിരുന്നു രോഗി, രക്തസ്രാവകാരായിരുന്നു? 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്നു. ആ സഹോദരി കട്ടിലേൽ ഇരുന്നിട്ടാണോ സൗഖ്യം കിട്ടിയത്? അല്ല, വിശ്വാസത്തിന്റെ ചോട്ടടി എടുത്ത് വീടിന്റെ പുറത്ത് വന്നു.
വീടിന്റെ പുറത്ത് വന്നുകൊണ്ടാണ് സൗഖ്യം കിട്ടിയത്? അല്ല, വിശ്വാസത്തിന്റെ ചോട്ടടി എടുത്ത് റോഡിലിറങ്ങി വന്നു. റോഡിലിറങ്ങി വന്നതുകൊണ്ടാണ് സൗഖ്യം കിട്ടിയത്? അല്ല, വിശ്വാസത്തിന്റെ ചോട്ടടി എടുത്ത് കർത്താവിന്റെ പുറകെ വന്നു. കർത്താവിന്റെ പുറകെ വന്നുകൊണ്ടാണ് സൗഖ്യം കിട്ടിയത്? അല്ല, വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് അവളുടെ കൈ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടു. അപ്പൊ വിശ്വാസത്തിന്റെ ചില ചവിട്ടുപടികൾ നീ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നീ തൊട്ടിട്ടില്ല. തൊടേണ്ടവരെ തൊടുവാൻ ഇന്ന് രാത്രി ദൈവം പെരുമാറാകട്ടെ. കട്ടിലെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസമായ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. അതൊക്കെ കുറെ കൊള്ളാം, തുടങ്ങിയതിനൊക്കെ നല്ലതാ. അത് വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്, അത് കൊള്ളാം. കർത്താവിന്റെ ബാക്കി വരെ വന്നവരുണ്ട്, അത് കൊള്ളാം. പക്ഷെ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്ന നിന്റെ കരം നീട്ടി അവനൊന്ന് തൊട്ട് ആ ശക്തിയും അഭിഷേകവും ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. Position yourself to receive the grace of God. Be there to receive His word. Be there to have a touch from Him. There is a positioning that is needed in Christian life to be blessed by Him. Very simple. എല്ലാ ഞായറാഴ്ചയും കറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നവർ മുടങ്ങാതെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചാർജ് കൂടാതെ നല്ല ദൈവവചനം കേൾക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഒന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരുങ്ങിയാണോ വന്നത്? വെറുതെ വന്നു. ഒരുങ്ങി വരുന്ന ഞാനാ. Praise the Lord. Praise the Lord. The positioning is most important. Where you are sitting is most important. If Orissa has to be on revival, you have to be in the capital. And when you are in the capital, you are not only going to shake the capital, you are going to shake the whole state. Hallelujah. Positioning is very crucial. And the steps of faith is very crucial. നീ എടുക്കുന്ന ഓരോ വിശ്വാസത്തിന്റെയും ചോട്ടടിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തി വെളിപ്പെടുന്ന ചില ചോട്ടടികൾ എടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇപ്രാവശ്യം ഒളിമ്പിക്സിൽ ഒരു സഹോദരിക്ക് മെഡൽ കിട്ടി. എങ്ങനെയാ കിട്ടിയെന്നറിയാമോ? ഓട്ടത്തിനകത്ത് നീന്തി. കണ്ടോ? ആരെങ്കിലും കണ്ടോ? ബാക്കിയുള്ളവരൊക്കെ ഓടാൻ തീരുമാനിച്ച് ഫൈനൽ വന്നപ്പോഴത്തേക്ക് ഈ സഹോദരി ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഗതി ഡൈവ് ചെയ്തു. അത് ഡിസ്ക്വാളിഫൈ ചെയ്യുമ്പോ ക്രെഡിറ്റ് കിട്ടുമോന്നൊന്നും നോക്കിയിട്ടില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താ അത് ശരിയാണോ? പക്ഷെ മെഡൽ ആർക്കാ കിട്ടിയേ? അവർക്ക് കിട്ടി. മറ്റാരും ചെയ്യാത്ത ചില ഡൈവിംഗ് ഫിനിഷിംഗ് ലൈനിൽ വന്ന് നിൽക്കുന്ന സഹോദര, ഒരു എടുത്ത് ചാട്ടം ദൈവം പെരുമാറാകട്ടെ. നിന്റെ കൂടെ ഓടിയെത്തുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷെ നീ ഡൈവ് ചെയ്യുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരം നിന്നിലൂടെ വ്യാപരിക്കാൻ പോവുകയാണ്. അപ്പൊ മറ്റവൾ വിചാരിച്ചു കാണും, ഞാൻ ആദ്യമേ ഒന്ന് ചാടിയിരുന്നെങ്കിലോ? നീ ചാടാത്ത ആരുടെ കുഴപ്പം? ചാടുന്നവരെ കണ്ട് അസൂയപ്പെട്ടിട്ട് ആരുടെ കുഴപ്പം? നീ ചാടാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവശക്തി നിന്നോട് വ്യാപരിക്കാൻ പോവുകയാണ്. ആ സഹോദരി പ്ലാൻ ചെയ്തു വല്ലോ ആണോ വന്നേ? ഓടി ലാസ്റ്റ് വരുമ്പോ ഞാൻ ചാടാൻ പോവാന്നൊക്കെ എഴുതി ഹോംവർക്ക് വെച്ചിട്ടാണോ വന്നേ? അല്ല. ഷീ കെയിം മോസ്റ്റ് അൺപ്രിപ്പയർഡ്. She knew that she had to reach the line. മറ്റവള് കേറിയെങ്കിലോ എന്ന് വിചാരിച്ച് ഓട്ടത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു പരിപാടി നീന്താൻ തീരുമാനിച്ചു. ഇന്ന് എത്ര പേര് ദൈവശക്തിക്ക് വേണ്ടി ചാടുവാൻ, എടുത്തു ചാടുവാൻ, ഡൈവ് ചെയ്യുവാൻ, മറ്റാരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഇന്ന് രാത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. Don't be a spectator in the kingdom of God. Don't come and just listen to God's voice, but do an action that will bring out the glory of God. An action of faith in God. ദൈവത്തിലുള്ള ഒരു വിശ്വാസം നിന്നിൽ വ്യാപരിക്കുന്നു. അറിയത്തക്കവണ്ണമായ ഒരു പ്രവർത്തനം. ആ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊടുവാൻ, ആ സ്റ്റെപ്പ് എടുക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 10 verse 19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പൊ പണ്ട് കൊടുത്ത അധികാരം എന്തൊക്കെയായിരുന്നു? പിശാചിന്റെ മേൽ, രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, പിന്നെന്താ കൊടുത്തേ? എല്ലാ രോഗത്തെയും. ഇതപ്പൊ അന്ന് കൊടുക്കാത്ത വേറൊരു അഡീഷണൽ അധികാരം കൊടുക്കുകയാണ്. എന്താണ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം തരുന്നു. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ എന്തുകൊണ്ടാ പാമ്പും തേളും ഒക്കെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. പട്ടീനെയും പൂച്ചേനെയും ചവിട്ടാൻ അധികാരം തരുന്നു, അല്ലെ കാക്കേനെയും കോഴിയെയും ചവിട്ടാൻ തരുന്നു, അല്ലെ ആടിനെയും മാടിനെയും തൊഴിക്കാൻ അധികാരം തരുന്നു, ആനയുടെ മൂട്ടിലൊരു ചവിട്ട് കൊടുക്കാൻ. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്?
അല്ല. എന്താ എഴുതിയിരിക്കുന്നത്? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. എല്ലാ വാക്കിനും അർത്ഥമുണ്ട്. പാമ്പിനെയും തേളിനെയും, വിഷമുള്ള കൊല്ലാൻ നോക്കുന്ന, വേദനിപ്പിക്കാൻ ശക്തിയുള്ള തേളിനെയും, നശിപ്പിക്കാൻ നോക്കുന്ന പാമ്പിനെ, നിന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുന്ന പാമ്പിനെ, നിന്റെ കുടുംബത്തെ വേദനിപ്പിക്കാൻ നോക്കുന്ന തേളിനെ ചവിട്ടുവാനുള്ള സ്വർഗീയ അധികാരം ഇന്ന് രാത്രി ദൈവം നിനക്ക് തന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Speak in faith, do in faith, and command the devil to get out of their lives. Hallelujah. നിന്നെ വേദനിപ്പിക്കാൻ, നിന്റെ കുടുംബത്തെ വേദനിപ്പിക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, വേഷം വെച്ചുകൊണ്ട് നിന്റെ കുഞ്ഞിനെ കൊല്ലുവാൻ, ഇല്ലാതാക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ എല്ലാ ചതികളെയും ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. സ്തോത്രം. ഒന്ന് സ്തോത്രം പറഞ്ഞു. ആ അധികാരത്തിനായിട്ട് ഒന്ന് നന്ദി പറഞ്ഞു. ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. നീ ഈ അധികാരമൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതല് പാമ്പിങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. മൂർഖൻ ചായന. ഇതിനെ ചവിട്ടിയ കടി നമുക്ക് വരും. കാല് തന്നെ അങ്ങോട്ട് മേളിലോട്ടാ പോകുന്നത്, താഴോട്ടല്ല. ബ്രേക്ക് ചവിട്ടാനാണ് എളുപ്പമാണ്, നമുക്ക് ചവിട്ടാൻ പറ്റും. ആക്സിലറേറ്റർ ചവിട്ടാനാണ് എളുപ്പമാണ്, ചവിട്ടുപടി കയറിപ്പോവാനും എളുപ്പമാണ്. പക്ഷെ തേളും പാമ്പും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ചവിട്ടാനോ? ഞാനൊരു സീക്രട്ട് പറയാം. നിന്റെ കണ്ണ് പാമ്പിന്റെ പുറത്തുനിന്നും തേളിന്റെ പുറത്തോട്ടും മാറ്റിയിട്ട് ആ തല എവിടാന്ന് നോക്കി വെച്ച് നിന്റെ കണ്ണ് നിനക്ക് ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ മുഖത്തെ കാട്ടി വെച്ച് യേശുവിന്റെ നാമത്തിൽ അതിനെ ചവിട്ടുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചവിട്ടി മെതിച്ച് ഇല്ലാതാക്കാൻ വെച്ചിരിക്കുന്ന പാമ്പിനെ അല്ല നീ നോക്കേണ്ടത്, തേളിനെ അല്ല നോക്കേണ്ടത്. നോക്കിയാൽ നീ പേടിച്ച് കാല് ഇങ്ങോട്ടെടുക്കും. പക്ഷെ അതിനെ നോക്കാതെ നിനക്കിന്ന് രാത്രി അധികാരം തന്നിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ നോക്കിക്കഴിഞ്ഞാൽ ശുശ്രൂഷയുടെ അന്തരീക്ഷം ഒന്ന് മാറട്ടെ, ശുശ്രൂഷയുടെ രീതി മാറട്ടെ, നിന്റെ ജീവിതത്തിന്റെ അപ്രോച്ച് ഒന്ന് മാറട്ടെ. പിശാചിന് നിന്റെ മേൽ അധികാരമില്ല. ദൈവം തന്നിരിക്കുന്ന വലിയ അധികാരത്തിനായി വേഷമുള്ള പാമ്പിനെ, വേദനിപ്പിക്കുന്ന തേളിനെ, നശിപ്പിക്കാൻ നോക്കുന്ന സാഹചര്യത്തെ ഇല്ലാതാക്കുവാൻ നിന്റെ അധികാരം, ദൈവം നിന്റെ മേൽ വെച്ചിരിക്കുന്ന അധികാരം ഉപയോഗിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ.